നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മമതാ ബാനർജിയുടെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയാണ്. വലിയ രീതിയിൽ അക്രമം നടത്തി കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വോട്ടെടുപ്പ് നടത്തി എതിർ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനും മത്സരിച്ചാൽ തന്നെ അവരെ ഇല്ലാതാക്കുന്ന നയവുമൊക്കെയായി മുന്നോട്ട് പോയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഇത്തവണ ഉണ്ടായത് വലിയ തിരിച്ചടിയാണ്. അമിത്ഷാ ഇറങ്ങി നേരിട്ട് ക്യാമ്പ് ചെയ്യുകയും കേന്ദ്രസേനയെ ഇറക്കുകയും ചെയ്തതോടെ ഭയരഹിതരായി വോട്ട് ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതാണ്ട് 92.5% വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിപ്പിച്ചതും മമതയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇതിനിടെ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേട് പശ്ചിമ ബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗും ആരംഭിച്ചു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലെ റീപോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. മഗ്രാത്ത് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 29 നടന്ന തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ ക്രമക്കേടുകളെ തുടർന്ന് വോട്ടെടുപ്പ് തന്നെ അസാധുവാക്കിയിരുന്നു. അതിനാൽ മെയ് 2 ഈ 15 ബൂത്തുകളിൽ വോട്ടർമാർക്ക് വീണ്ടും വോട്ട് രേഖപ്പെടുത്താമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു. റിട്ടേണിംഗ് ഓഫീസർമാരുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും റിപ്പോർട്ടിങ്ങിനെ തുടർന്ന് ഏപ്രിൽ 29 ഈ ബൂത്തുകളിൽ നടന്ന വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 58(2) പ്രകാരമാണ് വോട്ടെടുപ്പ് അസാധുവായി പ്രഖ്യാപിച്ചത്. വീണ്ടും വോട്ടെടുപ്പ് നടത്തുന്നവരും ചെണ്ടകൊട്ടി വിളംബരം ചെയ്യണമെന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ രേഖാമൂലം അറിയിക്കണമെന്നും ബംഗാൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു. ഡയമണ്ട് ഹാർബറിലെ ഫൽത്ത നിയോജക മണ്ഡലത്തിലെ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ BJP CPM സ്ഥാനാർത്ഥികളുടെ പേരിന് നേർക്കുള്ള ബട്ടണുകൾ ടേപ്പ് ഉപയോഗിച്ച് മറച്ചുവെന്ന് BJP ആരോപിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ജഹാംഗീർ ഖാന്റെ സ്വാധീന മേഖലകളിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായാണ് BJP പരാതിപ്പെട്ടത്. പരാതിയെ തുടർന്ന് ഫൽത്തയിലെ ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. മെയ് 4 നടക്കുന്ന വോട്ടെണ്ണലിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരെ മാത്രം കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്താണ് തൃണമൂൽ കോടതിയെ സമീപിച്ചത്. ഹർജി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടിയന്തരമായി പരിഗണിക്കാനായി ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹാൻഡ്ബുക്കിൽ ഇത്തരമൊരു നിർബന്ധിത വ്യവസ്ഥയില്ലെന്നും പശ്ചിമ ബംഗാൾ മാത്രമാണ് ഈ രീതി നടപ്പാക്കുന്നതെന്നും തൃണമൂൽ ആരോപിക്കുന്നു. വോട്ടെണ്ണലിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിക്കുന്നത് പക്ഷപാതപരമായ തീരുമാനങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് തൃണമൂൽ വാദിക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്നും കൽക്കട്ട കോടതി വ്യക്തമാക്കി. ഏതായാലും ഈ തിരഞ്ഞെടുപ്പോടുകൂടി മമതാ ബാനർജിക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിനും EVM സ്ട്രോങ് റൂമിനും പുറത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൊൽക്കത്ത പോലീസ്. ഭാരതീയ ന്യായ സംഹിതയിലെ 163 വകുപ്പ് പ്രകാരമാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രമായ സഖാവത്ത് മെമ്മോറിയൽ സ്കൂളിന് പുറത്ത് സുരക്ഷ ശക്തമാക്കുകയും അനധികൃത പ്രവേശനം തടയുകയും ചെയ്തിട്ടുണ്ട് ബംഗാൾ പോലീസ്. മെയ് 4 നടക്കാനിരിക്കുന്ന വോട്ടെണ്ണലിന് മുന്നോടിയായി നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂമിന് പുറത്തും സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. മമതാ ബാനർജി ക്രമക്കേടുകൾ നടത്താതിരിക്കാൻ അവരെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണെന്ന് BJPയും തിരിച്ചടിച്ചു. സുതാര്യത ഉറപ്പാക്കാൻ തങ്ങളുടെ പോളിംഗ് ഏജന്റ് അവിടെയുണ്ടെന്നും BJP നേതാവും ഭവാനിപൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ സുവേന്ദു അധികാരി പ്രതികരിച്ചു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യമില്ലാതെ ബാലറ്റ് പെട്ടികൾ തുറക്കാൻ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശ്രമിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പൊളിറ്റിക്കൽ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തുറന്നതെന്നും ഇതിനായി തൃണമൂൽ കോൺഗ്രസിനെയും ക്ഷണിച്ചിരുന്നതായും കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചാണ് ബാലറ്റുകൾ തരംതിരിക്കുന്ന നടപടി ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് റൂമുകൾക്കുള്ളിൽ പുറത്തുനിന്നുള്ളവർ ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാണിക്കുന്നത് CCTV ദൃശ്യങ്ങൾ കണ്ടുവെന്നാരോപിച്ച് തൃണമൂൽ നേതാക്കളായ കുനാൽ ഘോഷും ശശി പഞ്ചയും ഖുദിറാം അനുശീലൻ കേന്ദ്രത്തിന് പുറത്ത് പ്രതിഷേധിച്ചു. തന്റെ പാർട്ടിയുടെ ഏജന്റിനെ അറസ്റ്റ് ചെയ്തതായും EVM മോഷ്ടിക്കാനോ വോട്ടെണ്ണലിൽ അട്ടിമറി നടത്താനോ ശ്രമിച്ചാൽ ജീവൻ കൊടുത്തും പോരാടുമെന്നും മമതാ ബാനർജി പറയുകയും ചെയ്തു.